BS ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പറയണം. ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേർബ് പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ പഠിച്ചാൽ നിങ്ങൾക്ക് ആ സെന്റൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയല്ലേ, നിങ്ങൾ എത്രമാത്രം കൂടുതൽ വായിക്കുന്നുവോ അത്രമാത്രം അറിവ് നിങ്ങൾക്ക് സമ്പാദിക്കാം. നിങ്ങൾ എത്രമാത്രം കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കുറച്ചാണ് എക്സസൈസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എനർജി ഉണ്ടാകുകയുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രൊപ്പോർഷൻ, ഒരു ആനുപാതികമായ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ, അല്ലേ? നിങ്ങൾ എത്ര കൂടുതൽ വായിക്കുന്നുവോ അത്ര അറിവ് നിങ്ങൾ സമ്പാദിക്കാം. നിങ്ങൾ നേരത്തെയാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയും, അല്ലേ? ഇതുപോലെ നിങ്ങളെ ഒരാൾ എത്രമാത്രം കളിയാക്കുന്നുവോ നിങ്ങൾ അത്രത്തോളം കോപാകുലനായി മാറും, അല്ലേ? നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലെത്തുന്നുവോ അത്രത്തോളം നിങ്ങൾ എളിമയുള്ളവനായി മാറുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഒരു സ്പോക്കൺ സ്റ്റൈൽ. ഇത് പറയാൻ വേണ്ടിയിട്ട് സോ വി ഹാവ് എ വേർബ് പാറ്റേൺ ഹിയർ. ദ പോയിന്റ് ഇംഗ്ലീഷ് ഗ്രാമറിലെ ദ കമ്പാരറ്റീവ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് ദ കമ്പാരറ്റീവ്? ദ കമ്പാരറ്റീവ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇതാണ്. ഒരു അഡ്ജക്റ്റീവിൻ്റെ എന്താണ്? ഒരു അഡ്ജക്റ്റീവിൻ്റെ സെക്കൻഡ് ഫോമിനെയാണ് നമ്മൾ കമ്പാരറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ ദ കഴിഞ്ഞ് ഒരു അഡ്ജക്റ്റീവിൻ്റെ സെക്കൻഡ് ഫോമായി ബന്ധപ്പെടുത്തിയ പോയിന്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ടോപ്പിക്കിലേക്ക് പോകാം. സോ ദ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്, സബ്ജക്റ്റ് പ്ലസ് വേർബ്. വീണ്ടും ഈ സംഭവം, ഈ സെന്റൻസ് വീണ്ടും ആവർത്തിക്കുന്നു. ദ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. അതായത് ഒരു അഡ്ജക്റ്റീവിൻ്റെ രണ്ടാമത്തെ ഫോം, ഫോർ എക്സാമ്പിൾ ഗുഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ഫോമാണ്. അതിൻ്റെ രണ്ടാമത്തെ ഫോമാണ് ബെറ്റർ. ഇതിനെയാണ് നമ്മൾ കമ്പാരറ്റീവ് ഫോം എന്ന് പറയുന്നത്. ആ കമ്പാരറ്റീവ് ഫോമിൽ നമ്മൾ എന്തെടുക്കുക? ദ ചേർക്കുക. ഈസി എന്ന് പറയുന്നത് ഒരു കമ്പാരറ്റീവ് ഫോമാണ്. അതിൻ്റെ സെക്കൻഡ് ഫോമാണ് ഈസിയർ. അതിന് മുമ്പിൽ എന്തെടുക്കുക? ദ ചേർക്കുക. അപ്പോൾ ദ ബെറ്റർ, ദ ഈസിയർ. ഇറ്റ് ഈസ് കോൾഡ് ദ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്. ദ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ്. ഇതേ സംഭവം വീണ്ടും നമ്മൾ ആവർത്തിക്കും. സോ പോയിന്റ് നോക്കിയേ. യു റീഡ് എ ലോട്ട്. നിങ്ങൾ ഒരുപാട് വായിക്കുന്നു. സെക്കൻഡ് വൺ, യു ഗെയിൻ മോർ നോളജ്. നിങ്ങൾ കൂടുതൽ അറിവ് സമ്പാദിക്കുന്നു. അതിനർത്ഥം എന്താണ്? നിങ്ങൾ എത്രത്തോളം വായിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ അറിവ് സമ്പാദിക്കുന്നു എന്നല്ലേ? അപ്പൊ ഈ രണ്ട് വാചകത്തെ ചേർത്ത് നമ്മൾ ദ കമ്പാരറ്റീവ് ഫോമിലേക്ക് എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കേണ്ടത് എന്നതിനുള്ള പാറ്റേൺ ആണ് സോ ഇതിന് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് പറയാം ദ കമ്പാരറ്റീവ്, അല്ലേ? നമുക്ക് ഈ പാറ്റേൺ ഇങ്ങനെ എഴുതാം, കമ്പൈൻ ചെയ്ത്. ദ മോർ യു റീഡ് നമ്മൾ ഇങ്ങനെ മാറ്റി. ദ മോർ യു റീഡ്. അടുത്തത് യു ഗെയിൻ മോർ നോളജ്. എങ്ങനെ മാറി? ദ മോർ നോളജ് യു ഗെയിൻ. യു ഗെയിൻ ഇവിടെ വന്നു. അതിന് മുമ്പിൽ ദ മോർ നോളജ്. ദ മോർ നോളജ് ആണെങ്കിൽ ദ മോർ നോളജ്. ദ മോർ പവർ ആണെങ്കിൽ ദ മോർ പവർ. അപ്പോൾ ദ മോർ യു റീഡ്, അവിടെ ദ മോർ കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലസ് V1 ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വാചകത്തിൽ സബ്ജക്റ്റ് പ്ലസ് V1 ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ കമ്പാരറ്റീവ് ഏതാണ്? ദ മോർ. അടുത്ത വാചകം ആരംഭിച്ചിരി. അപ്പോൾ രണ്ട് വാചകമുണ്ട്. ഒരു വാചകം ദ മോർ യു റീഡ്. അടുത്ത വാചകം ആരംഭിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ദ കമ്പാരറ്റീവ് ഫോമിലായിരിക്കണം. അവിടെ വേറൊരു പോയിന്റ് പറയാം. പലപ്പോഴും മലയാളികളായ നമ്മളൊക്കെ തന്നെ പഠിച്ചു വച്ചിരിക്കുന്നത് ദ മോർ എന്നാണ്.
അങ്ങനെ ഒരു പ്രയോഗമൊന്നും ഇംഗ്ലീഷ് ഗ്രാമറിലൊന്നും ഇല്ല. ദ മോർ എന്ന് പറയരുത്. ഇനി മുതൽ ഈ ക്ലാസ് കണ്ടത് മുതൽ നിങ്ങൾ ദ മോർ എന്ന പ്രയോഗമല്ല മറിച്ച് വേണ്ടത് ദ കമ്പാരറ്റീവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. വീണ്ടും ദ കമ്പാരറ്റീവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. യു എക്സസൈസ് ലെസ്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നു വളരെ കുറച്ച്. യു ഫീൽ ലെസ് എനർജറ്റിക്. നിങ്ങൾക്ക് വളരെ കുറച്ച് എനർജറ്റിക് ആയിട്ട് മാറും. ഇതെങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം? അപ്പോൾ ഇവിടെ ആക്ച്വലി ലെസ് എന്ന് പറയുന്ന ഒരു കമ്പാരറ്റീവ് ഫോം ഉണ്ട്. ലിറ്റിൽ ലെസ് ലീസ്റ്റ്. ലിറ്റിൽ ലെസ് ലീസ്റ്റ്. ആ ലെസ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഫോമാണ്. അപ്പോൾ ദ ലെസ് എന്നായി. ദ ലെസ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇവിടെ V1 ആണെങ്കിൽ ഇവിടെ V1. വീണ്ടും അല്ലേ, രണ്ടിടത്തും സെയിം ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് അല്ലേ. അപ്പൊ എങ്ങനെ വരും? നിങ്ങൾ എത്ര കുറച്ചാണോ എക്സസൈസ് ചെയ്യുന്നത്, വ്യായാമം ചെയ്യുന്നത്, അത്ര കുറച്ച് മാത്രമേ നിങ്ങൾക്ക് എനർജി വരികയുള്ളൂ. സോ പോയിന്റ് നോക്കിയേ, the less you exercise. the less കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലസ് V1. അടുത്തതും the less കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലസ് V1. the less എനർജറ്റിക് അതുപോലെ നമ്മൾ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ എങ്ങനെ പോയിന്റ്? ദ കമ്പാരറ്റീവ്. പലപ്പോഴും ചിലർ പറയുമ്പോൾ യു എക്സസൈസ് ദ ലെസ് എന്ന് പറയും. അതിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റാണ്. നമ്മളതിനെ കമ്പയർ ചെയ്യുമ്പോൾ the less you exercise, വീണ്ടും the less you feel. എന്താണ്? എനർജറ്റിക്. the less energetic you feel. നിങ്ങൾ എത്രത്തോളം കുറച്ചാണോ എക്സസൈസ് ചെയ്യുന്നത്, അത്ര കുറച്ചാണ് നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, the higher you go the colder it gets. നമ്മുടെ കമ്പാരിറ്റീവ് ഇതാണ് the higher. ഇതാണ് the higher. എത്ര ഉയരത്തിൽ you go, നിങ്ങൾ പോകുന്നു, കയറുന്നു, ക്ലൈംബ് ചെയ്യുന്നു, the colder, അത്രത്തോളം തണുപ്പ് it gets, ലഭിക്കുന്നു. കണ്ടോ, അവിടെ സബ്ജക്റ്റ് പ്ലസ് V1 ആണെങ്കിൽ അടുത്ത വാചകത്തിലും നമ്മൾ സബ്ജക്റ്റ് പ്ലസ് V1 തന്നെ വരണം. അതാണ് അതിന്റെ മാറ്റർ. ആ രണ്ട് വാചകത്തിന് മുമ്പിലും ദ കമ്പാരറ്റീവ് പ്ലേസ് ചെയ്യണം. അതാണ് ഈ പോയിന്റും ഈ പോയിന്റ്. ഇവിടെ ദ ഹയർ അല്ല, ആ ദ ഹയറിന് ആപ്റ്റ് ആയത് ദ കോൾഡർ ആണ്. അപ്പൊ പഠിക്കേണ്ടത്, അറിയേണ്ടത്, ഈ കമ്പാരറ്റീവ് രണ്ട് ഫോമും ഒരുപോലെ പറയണമെന്നില്ല. ആശയമനുസരിച്ച്, നിങ്ങൾക്കുണ്ടാകുന്ന ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് മാറിക്കൊണ്ടേയിരിക്കാം. സോ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചേ, ദ മോർ യു പ്രാക്ടീസ്. നിങ്ങൾ എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുവോ ദ ബെറ്റർ യു ബിക്കം. നിങ്ങൾ അത്രത്തോളം എന്തായി മാറും? യെസ്, ബെറ്റർ, മെച്ചമുള്ള ആളായി മാറും. ദ മോർ അല്ല ഇവിടെ വന്നിരിക്കും. ഇവിടെ ദ മോർ ആണ്, ഇവിടെ ദ ബെറ്റർ ആണ്. കേട്ടോ, പ്രാക്ടീസിന് സി പറയാറുണ്ട്, എസ് സിയും പറയാറുണ്ട്. പക്ഷെ ഗ്രാമറിൽ എസ് സി ആണ് കറക്റ്റ്. ദ മോർ യു പ്രാക്ടീസ്, അർത്ഥം നിങ്ങൾ എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്തോ, സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. ദ മോർ യു പ്രാക്ടീസ്, നിങ്ങൾ എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുവോ ദ ബെറ്റർ യു ബിക്കം, നിങ്ങൾ അത്രത്തോളം ബെറ്റർ ആയി മാറുന്നു. അപ്പൊ രണ്ട് വാചകങ്ങൾ ഇവിടെയുണ്ട്. ആ വാചകങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ദ കമ്പാരറ്റീവ് ഉപയോഗിച്ചു. ആ ദ മോർ എന്നല്ല, ഇവിടെ ദ മോർ ആണ്, ഇവിടെ ദ ബെറ്റർ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ദ മോർ യു പ്രാക്ടീസ്. അപ്പോൾ രണ്ട് വാചകങ്ങളുണ്ട്. ആ രണ്ട് വാചകങ്ങൾക്ക് മുമ്പിൽ കമ്പാരറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവിന്റെ സെക്കൻഡ് ഫോം പ്ലേസ് ചെയ്യുക, മുന്നിൽ ദ മസ്റ്റ് ആയിട്ട് ചേർക്കുക. സോ നെക്സ്റ്റ് പോയിന്റ്, മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ഫാസ്റ്റർ യു റൺ, നിങ്ങൾ എത്ര വേഗത്തിലാണ് ഓടുന്നത്. കണ്ടോ, യു റൺ അത് സിമ്പിൾ പ്രസന്റ് ആയ V1 ആണ്. അതിനു മുമ്പിൽ ഫാസ്റ്റിന്റെ കമ്പാരറ്റീവ് ആണ് ഫാസ്റ്റർ. ദ ഫാസ്റ്റർ. അടുത്ത വാചകം, ടയർഡ് യു ഫീൽ, സബ്ജക്റ്റ് പ്ലസ് V1. ഡാഷ് ടയർഡ്. നോക്കാം, ദ മോർ ടയർഡ് ആണോ, ദ ഫാസ്റ്റർ ടയർഡ് ആണോ, ദ ഏർലിയർ ടയർഡ് ആണോ, ദ ബെറ്റർ ടയർഡ് ആണോ. ദ ബെറ്റർ ടയർഡ് വെച്ചാൽ മെച്ചമുള്ള ക്ഷീണം പറയില്ല. ദ ഏർലിയർ ടയർഡ് നേരത്തെ ടയർഡ് പറയില്ല. ദ ഫാസ്റ്റർ ടയർഡ് വേഗത്തിൽ ക്ഷീണിത പറയത്തില്ല. ദ മോർ ടയർഡ്.
നിങ്ങൾ എത്ര വേഗത്തിലാണോ ഓടുന്നത് അത്ര കൂടുതൽ ടയേർഡ്, ക്ഷീണിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ദ മോർ ടയേർഡ്, അതെ, ദ മോർ ടയർസം, അതാണ് ആപ്റ്റ്. ഗോട്ട് ഇറ്റ്? ഇതാണ് പോയിന്റ്. നെക്സ്റ്റ് വൺ, ദ ഏർലിയർ യു സ്റ്റാർട്ട്, നിങ്ങൾ എത്രയും നേരത്തെ ആരംഭിക്കുന്നുവോ, ദ കമ്പാരിറ്റീവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1, നിങ്ങൾ എത്രയും നേരത്തെ ആരംഭിക്കുന്നുവോ, ഓപ്ഷൻ ദ ഈസിയർ ഇറ്റ് ഈസ്, അത്ര എളുപ്പമുള്ളതാകുന്നു. ഇറ്റ് ഈസ് ഈസിയർ, ഇത് എളുപ്പമാകുന്നു. ദ മോർ ഈസി ഇറ്റ് ഈസ്, അത്ര എളുപ്പത്തിൽ. ദ മോർ ഇറ്റ് ഈസ്. നമ്മൾ പറഞ്ഞ പ്രകാരം ദ കമ്പാരറ്റീവ് ഫോം തന്നെ വരണം എന്ന് പറഞ്ഞാൽ ദ കഴിഞ്ഞ് അഡ്ജക്റ്റീവിൻ്റെ സെക്കൻഡ് ഫോം വരണം. കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലസ് V1 ആണായതുകൊണ്ട്, ഇവിടെ V1 ആയതുകൊണ്ട് ഇവിടെയും V1. അപ്പം അങ്ങനെയെങ്കിൽ ദ ഈസിയർ ഉണ്ട്, ഇറ്റ് ഈസ്, സബ്ജക്റ്റ് ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് ഈസിയർ ഇവിടെ ആപ്റ്റ് അല്ല. ദ മോർ ഈസി എന്ന് പറയത്തില്ല. ഈസി ഈസിയർ ആണ്. നമ്മൾ ദ മോർ ഒക്കെ ചേർക്കുന്നത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ദ മോർ ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇവിടെ ആപ്റ്റ് അല്ല. ദ മോർ ഇറ്റ് ഈസ്, അതൊന്നും ഇവിടെ ആപ്റ്റ് അല്ല. അപ്പോൾ ആൻസർ എന്താണ്? ദ ഈസിയർ ഇറ്റ് ഈസ്. ദ പോയിന്റ് ദ ഏർലിയർ യു സ്റ്റാർട്ട്, നിങ്ങൾ എത്രയും നേരത്തെ തുടങ്ങുന്നുവോ, അത്രയും തുടങ്ങിയാൽ ദ ഈസിയർ ഇറ്റ് ഈസ്, അത്ര എളുപ്പമായി മാറും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മോഡൽ ക്വസ്റ്റ്യൻ. ദ മോർ യു ലോഫ് അറ്റ് ഹിം, ലോഫ് അറ്റ്, ലോഫ് അറ്റ് മീൻസ്, ലോഫ് എന്ന് പറഞ്ഞാൽ ലോഫ് അറ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. അതിൻ്റെ പാസ്റ്റ് ആണ് ലോഫ്ഡ് അറ്റ്, കളിയാക്കി. അപ്പോൾ ദ മോർ യു ലോഫ്ഡ് അറ്റ് ഹിം, അവനെ നിങ്ങൾ എത്രത്തോളം കൂടുതൽ കളിയാക്കിയോ, കളിയാക്കി കഴിഞ്ഞോ, കളിയാക്കിയോ. അടുത്തത് വരേണ്ടത് ഒരു കമ്പാരിറ്റീവ് ആദ്യം വരണം. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ സെക്കൻഡ് ഫോം തന്നെ വേണം. കാര്യം ഇവിടെ ലോഫ്ഡ് ആണ് അല്ലേ? അങ്ങനെ പ്രയോഗം ഉണ്ടോ നോക്കിയേ. ദ മോർ ഹി ബിക്കെയിം ആംഗ്രി, ഹി ആംഗ്രി ഹി ബിക്കംസ്, ദ ആംഗ്രി ഹി ബിക്കെയിം, ദ മോർ ആംഗ്രിയർ ഹി ബിക്കെയിം. 4 ഓപ്ഷൻ ഉണ്ടല്ലേ? സംശയമായി അല്ലേ? ഏതാണ് റൈറ്റ് വൺ? ഇവിടെ ദ മോർ ആണോ കറക്റ്റ്? നോക്കാം. ഇവിടെ ദ മോർ ഹി ബിക്കെയിം ആംഗ്രി, ദ മോർ ഹി ബിക്കെയിം ആംഗ്രി അങ്ങനെ പറയും. അങ്ങനെ പ്രയോഗം തെറ്റാണ്. കാരണം നിങ്ങൾ എത്രയും കൂടുതൽ അവനെ കളിയാക്കുന്നുവോ അത്രത്തോളം കോപാകുലനായി മാറി, അത്രത്തോളം കോപാകുലൻ ആയി മാറി. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ക്ലിയർ ആയി അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇത് ആംഗ്രിയർ ഹി ബിക്കെയിം. എന്തുകൊണ്ടാണ് ഇവിടെ ആംഗ്രിയർ ഹി ബിക്കെയിം വന്നു എന്നതിൻ്റെ പോയിന്റ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അതായത് ഒരിക്കലും നമ്മൾ ദ മോർ ആംഗ്രി പറയില്ല, ദ മോസ്റ്റ് ആംഗ്രി എന്ന് പറയത്തില്ല. പറയണമെങ്കിൽ ആംഗ്രി, ആംഗ്രിയർ, ആംഗ്രിയസ്റ്റ്. അപ്പോൾ തന്നിരിക്കുന്ന വാചകം ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും നമ്മളുടെ കരുതിയിരിക്കുന്നത് ദ മോർ വന്നാൽ തൊട്ടപ്പുറത്ത് ദ മോർ വരണമെന്നാ. അങ്ങനെ ഒന്നുമുള്ള ചിട്ടവട്ടങ്ങളോ റൂൾസോ റെഗുലേഷൻസോ ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. മറിച്ച് ആശയമാണ്, ഐഡിയ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഇവിടുത്തെ പോയിന്റ് ദ മോർ യു ലോഫ്ഡ് അറ്റ് ഹിം, നിങ്ങൾ എത്രത്തോളം അവനെ കളിയാക്കുന്നുവോ, യെസ് ദ ആംഗ്രിയർ, അത്രത്തോളം കോപാകുലൻ, ഹി ബിക്കെയിം ആയി മാറി. ആദ്യ വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തതും സിമ്പിൾ പാസ്റ്റ്, ആദ്യത്തേത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പിന്നീടുള്ള സിമ്പിൾ പ്രസന്റ്. അപ്പോൾ ആദ്യ വാചകത്തെ ടെൻസിനനുസരിച്ചാണ് രണ്ടാമത്തെ വാചകവും വരേണ്ടത് എന്നതാണ് റിയൽ ഗ്രാമർ. ഗോഡ്. അപ്പോൾ വേറെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ എത്രത്തോളം വെയിൽ കൊള്ളുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നിറം വാങ്ങും, നിങ്ങളുടെ ശരീരത്തിൽ നിറം വാങ്ങും അല്ലേ? പറയാം, നിങ്ങൾ എത്രത്തോളം വെയിൽ കൊള്ളുന്നുവോ നിങ്ങൾ അത്രത്തോളം ക്ഷീണിച്ച് മാറും, ക്ഷീണിതനായി മാറും അല്ലേ? The hotter you feel, the hotter you feel, hotter, the hotter you feel, the darker you are, the darker, the darker you are. കണ്ടോ? ആദ്യത്തെ കമ്പാരിറ്റീവ് എങ്ങനെയാ? The hotter you feel, നിങ്ങൾക്ക് എത്രത്തോളം ചൂട് അനുഭവപ്പെടുന്നുവോ the darker, അത്രത്തോളം the darker ആയി മാറും. ആര്? You are. നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ നിറം മാറും എന്ന് പറയാറില്ലേ? യെസ്. ദ കോൾഡർ യു ഫീൽ, നിങ്ങൾ എത്രത്തോളം തണുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവോ
അല്ലേ? നമുക്ക് തണുപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും? ഫ്രീസായി മാറും അല്ലേ? നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഒരു സ്റ്റഫായി മാറും അല്ലേ? ദ മോർ സ്റ്റഫ് യു ആർ അല്ലേ, സ്റ്റഫായി മാറും. അപ്പം ഇതൊക്കെയാണ് പോയിന്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ദ കമ്പാരറ്റീവ് എന്ന പോയിന്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇംഗ്ലീഷ് ഗ്രാമറിലെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ. It should be very helpful for us to make more sentences using this pattern. Okay, so plan and prepare will have an answer for you.